ഭഗവാൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ശരീരം മുഴുവൻ പഞ്ചഭൂതങ്ങളായി കാണപ്പെട്ടു. പക്ഷേ ഭഗവാന്റെ ഹൃദയം ഒരു സാധാരണ ജീവനുള്ള മനുഷ്യനെപ്പോലെ മിടിക്കുന്നു. ഭഗവാൻ സുരക്ഷിതനായിരുന്നു. ഭഗവാന്റെ ഹൃദയം ഇന്നുവരെ സുരക്ഷിതമാണ്. അതായത് ജഗന്നാഥൻ തടി പ്രതിമയ്ക്കുള്ളിൽ വസിക്കുന്നു. ഭഗവാൻ ജഗന്നാഥൻ ശ്രീകൃഷ്ണൻ കലിയുഗ ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. ജഗന്നാഥസ്വാമി തൻ്റെ സഹോദരി സുഭദ്രയ്ക്കും സഹോദരൻ ബലരാമനുമൊപ്പം പുരിയിൽ വസിക്കുന്നു. ഓരോ 12 വർഷം കൂടുമ്പോഴും ഭഗവാന്റെ പ്രതിമ മാറ്റപ്പെടുന്നു. ആ സമയത്ത് നഗരം മുഴുവൻ ഇരുട്ടിലായിരിക്കും. എല്ലാ വിളക്കുകളും അണയ്ക്കുന്നു. സൈന്യം ക്ഷേത്രത്തിന് 4 വശത്തുമുണ്ടാകുന്നു. ആ സമയത്ത് ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനമുണ്ടാകുകയില്ല. ക്ഷേത്രത്തിനകത്ത് ഇരുട്ടായിരിക്കും. പൂജാരിയുടെ കണ്ണുകൾ ഒരു സ്ട്രിപ്പ് കൊണ്ട് ബന്ധിക്കും. പുരോഹിതൻ്റെ കൈകളിൽ കയ്യുറകൾ ഉണ്ടാകും. പഴയ വിഗ്രഹത്തിൽ നിന്ന് ബ്രഹ്മദ്രവ്യമെടുത്ത് പുതിയ പ്രതിമയിൽ വയ്ക്കുന്നു. എന്താണ് ബ്രഹ്മദ്രവ്യമെന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് തുടരുന്നു. ഇതൊരു അമാനുഷിക വസ്തുവാണ്. ഈ ബ്രഹ്മദ്രവ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേതാണ്. എന്നാൽ ഇതെന്താണെന്ന് ആർക്കും അറിയില്ല. 12 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത്. മഹാപ്രഭു ജഗന്നാഥൻ്റെ പ്രതിമയിൽ എന്താണ് ഉള്ളതെന്ന് ഒരു പുരോഹിതന് ഇതുവരെ പറയുവാനും സാധിച്ചിട്ടില്ല. എന്നാൽ ചില വൈദികർ പറയുന്നു. ഞങ്ങൾ അത് എടുക്കുമ്പോൾ ഒരു മുയലിനെ പോലെ അത് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണുകളിൽ ഒരു സ്ട്രിപ്പ് ഞങ്ങളുടെ ഉണ്ടാകും. കയ്യിൽ ഉറകളും ഉണ്ടാകും. എന്നാലും അത് അനുഭവിക്കുവാൻ സാധിക്കും. എല്ലാ വർഷവും ജഗന്നാഥയാത്രയോടനുബന്ധിച്ച് പുരിയിലെ രാജാവ് തന്നെയാണ് സ്വർണ്ണച്ചൂലുമായി തൂത്തുവാരാൻ വരുന്നത്. ഭഗവാൻ ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ആദ്യ ചുവട് വയ്ക്കുമ്പോൾ തന്നെ ഉള്ളിൽ കടൽ തിരകളുടെ ശബ്ദം കേൾക്കില്ല. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ക്ഷേത്രത്തിന് പുറത്ത് ചവിട്ടുമ്പോൾ തന്നെ കടലിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. മിക്ക ക്ഷേത്രങ്ങളുടെയും നെറുകയിൽ പക്ഷികൾ പറക്കുവാറുണ്ട്. എന്നാൽ ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നില്ല. പതാക എപ്പോഴും വിപരീത ദിശയിൽ അലയടിക്കുന്നു. പകൽ ഒരു സമയത്തും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കൊടിമുടിയുടെ നിഴൽ രൂപപ്പെടുന്നില്ല. 45 നിലകളുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ശിഖരത്തിലെ കൊടി ദിവസവും മാറ്റാറുണ്ട്. ഒരു ദിവസം പോലും മാറ്റിയില്ലെങ്കിൽ 18 വർഷത്തേക്ക് ക്ഷേത്രം അടച്ചിടും എന്നാണ് വിശ്വാസം. അത് മാറുന്നതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളാണ്. അവർ ക്ഷേത്രത്തിന് അഭിമുഖമായി നിന്നല്ല മുകളിലേക്ക് കയറുന്നത്. നേരെ തിരിഞ്ഞാണ് മുകളിലേക്ക് കയറുന്നത്. അതിന് പ്രത്യേക പരിശീലനം തന്നെ വേണ്ടിവരും. ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നെറുകയിൽ ഒരു സുദർശന ചക്രവും ഉണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിലെ വിറക് തീയിൽ പാകം ചെയ്യുന്ന അടുക്കളയിൽ പ്രസാദം പാകം ചെയ്യുന്നതിനായി 7 കളിമൺ പാത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി സൂക്ഷിക്കുന്നു. ഭഗവാൻ ജഗന്നാഥ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പ്രസാദം ഭക്തർക്ക് ഒരിക്കലും കുറവല്ല. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം ക്ഷേത്രത്തിൻ്റെ തീരം അടച്ച ഉടൻ തന്നെ പ്രസാദവും അവസാനിക്കുന്നു എന്നതാണ്. ഒറീസയിലെ പുരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് അവിടുത്തെ രഥയാത്രയാണ്. ജഗന്നാഥനായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹൈന്ദവ വിശ്വാസപ്രകാരം മനുഷ്യൻ്റെ ഗ്രാഹ്യത്തിനും എല്ലാ ഗുണങ്ങൾക്കും അതീതമായി പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ സംരക്ഷകൻ എന്ന അറിയപ്പെടുന്ന ദൈവവുമാണ് മഹാവിഷ്ണു. ഹിന്ദുമതത്തിലെ 7 പുണ്യനഗരങ്ങളിൽ ഒന്നാണ് പുരി.